ഇറാനെതിരെയുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ ശക്തമാകുമ്പോൾ പ്രതിരോധത്തിന്റെ പുതിയൊരു നിര കൂടി ഇറാനൊപ്പം ചേരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായ ചെച്ചൻ റിപ്പബ്ലിക് തലവൻ റംസാൻ കദിറോവിനോട് കൂറുപുലർത്തുന്ന അതിശക്തമായ സൈനിക വിഭാഗങ്ങൾ ഇറാനിലേക്ക് വിന്യസിക്കപ്പെടാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് ആ വാർത്ത. ഇത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധസമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ മാറ്റമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാന് നേരെ ഒരു കരയുദ്ധമുണ്ടാകുന്ന പക്ഷം ഇറാനിയൻ സൈന്യത്തെ പിന്തുണയ്ക്കാനാണ് ഈ ചെച്ചൻ പോരാളികൾ എത്തുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. എന്തുകൊണ്ടാണ് ചെച്ചൻ സൈന്യത്തിന്റെ ഈ വരവ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ ആത്മവിശ്വാസം നൽകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആധുനിക യുദ്ധമുറകളിലും നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഗറില്ല പോരാട്ടങ്ങളിലും അർബൻ വാർഫെയറുകളിലും ലോകത്ത് തന്നെ ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ചവരാണ് കദിറോവറ്റുകൾ എന്നറിയപ്പെടുന്ന ഈ ചെച്ചൻ സൈനികർ. സിറിയയിലും യുക്രൈനിലും അവർ തെളിയിച്ച പോരാട്ടവീര്യം അമേരിക്കൻ കരസേനയ്ക്ക് വലിയൊരു വെല്ലുവിളിയാകുമെന്നതിൽ തർക്കമില്ല. ഇറാനിയൻ സൈന്യത്തിന് പുറമെ നിന്നുള്ള ഇത്തരമൊരു കരുത്തുറ്റ പിന്തുണ ലഭിക്കുന്നത് യുദ്ധം കൂടുതൽ സങ്കീർണമാക്കാനും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ആളപായം വർദ്ധിപ്പിക്കാനും ഇടയാക്കും. ഇത് സ്വാഭാവികമായും ഒരു കരയുദ്ധത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്നോട്ടടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഈ സൈനിക നീക്കത്തെ വെറുമൊരു നയതന്ത്ര പിന്തുണയായോ സൈനിക സഹായമായോ മാത്രമായല്ല ഈ പോരാളികൾ കാണുന്നത്. ഇതിനെ ഒരു ജിഹാദ് അഥവാ തിന്മയ്ക്കെതിരായ വിശുദ്ധ യുദ്ധമായാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ നീക്കങ്ങളെ മതപരമായ കാഴ്ചപ്പാടിലൂടെ പ്രതിരോധിക്കാനുള്ള അവരുടെ തീരുമാനം യുദ്ധത്തിന് ഒരു പുതിയ മാനം നൽകുന്നു. പ്രത്യേകിച്ചും യുക്രൈൻ സൈനികർ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അതിനുള്ള റഷ്യൻ ചേരിയുടെ മറുപടിയായും ഇതിനെ കാണാം. ഇറാൻ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനി യുക്രൈന്റെ പങ്കാളിത്തത്തെ ഐക്യരാഷ്ട്രസഭയിൽ ശക്തമായി അപലപിച്ചത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. ഇറാനെ സംബന്ധിച്ച് ഈ നീക്കം നൽകുന്ന മറ്റൊരു വലിയ ഗുണം സൈനികമായ ബാക്കപ്പാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം നടത്തിയ വ്യോമസേനാക്രമണങ്ങൾ വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. എന്നാൽ ഇറാനിലെ ഭൂപ്രകൃതിയും ഇറാനിയൻ സൈന്യത്തിന്റെ കരുത്തും അറിയുന്ന അമേരിക്കയ്ക്ക് ചെച്ചൻ സൈന്യത്തെ പോലെ പയറ്റി തെളിഞ്ഞ ഒരു വിഭാഗം കൂടി എതിർപക്ഷത്ത് നിൽക്കുന്നത് വലിയ തലവേദനയാകും. വടക്കൻ ഇറാനിലെ പർവ്വത മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങളിലും പ്രതിരോധം തീർക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഈ പോരാട്ടം ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ആഗോള ശക്തികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുകയാണ്. ചെച്ചൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഇറാൻ വിരുദ്ധ സഖ്യത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നത് ഇനി എളുപ്പമാകില്ല. ഇറാൻ ഇതിനോടകം തന്നെ അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രായേലിന് നേരെ 100ഓളം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇതിനു പിന്നാലെ ചെച്ചൻ സൈന്യം കൂടി എത്തുന്നതോടെ മേഖലയിൽ ഒരു മഹായുദ്ധത്തിന്റെ കാർമേഘങ്ങൾ കൂടുതൽ ഉരുണ്ടുകൂടുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സൈനിക വിന്യാസം യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.